തമിഴക രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ മെയ് മാസം ഇനി മുതൽ ഒരു പുതിയ യുഗപ്പിറവിയുടെ അടയാളമായി മാറും. തമിഴക വെട്രിക്കഴകം എന്ന തന്റെ പ്രസ്ഥാനത്തിലൂടെ DMK, AADMK എന്നീ വൻമരങ്ങളെ അപ്രസക്തമാക്കി ജോസഫ് വിജയ് എന്ന ദളപതി മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ അത് തമിഴ്നാടിന്റെ മാത്രം മാറ്റമല്ല, മറിച്ച് ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയൊരു ശൈലിയുടെ തുടക്കം കൂടിയാണ്. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് വെറും ഒരു അധികാര കൈമാറ്റമായിരുന്നില്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു വേദിയായിരുന്നു. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയം വന്ദേമാതരം ആലപിച്ച രീതിയായിരുന്നു. സാധാരണയായി രാഷ്ട്രീയ ചടങ്ങുകളിൽ വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഖണ്ഡികകൾ മാത്രം ആലപിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകളും പൂർണ്ണ രൂപത്തിൽ ചടങ്ങിൽ ആലപിച്ചു. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി വന്ദേമാതരത്തിന് നൽകുന്ന നിയമ ഭേദഗതി കേന്ദ്രം അടുത്തിടെയാണ് അംഗീകരിച്ചത്. BJPയുടെ രാഷ്ട്രീയ എതിരാളിയായി കണക്കാക്കപ്പെടുമ്പോഴും ദേശീയതയുടെ കാര്യത്തിൽ താൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സന്ദേശമാണ് വിജയ് ഇതിലൂടെ നൽകിയത്. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അധികാരമേറ്റ ചടങ്ങിൽ പോലും കാണാത്ത ഈ ദേശീയ ഭക്തി തമിഴ് മണ്ണിൽ വിജയ് നടപ്പിലാക്കിയത് BJP പോലും പ്രതിരോധത്തിലാക്കി. ദ്രാവിഡ രാഷ്ട്രീയം പലപ്പോഴും വിഘടനവാദ ആരോപണങ്ങൾ നേരിടാറുള്ള തമിഴ്നാട്ടിൽ ദേശീയതയുടെ കടുത്ത വാക്താവായി സ്വയം അവരോധിക്കുക വഴി വിജയ് പുതിയൊരു ഹൈബ്രിഡ് രാഷ്ട്രീയത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം നിർബന്ധമാക്കുന്നതിനെ മുൻപ് എതിർത്തിരുന്ന ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ ചടങ്ങ് ഒരു പുതിയ രാഷ്ട്രീയ സഖ്യത്തിന്റെ വ്യക്തമായ സൂചനയാണ്. വന്ദേമാതരത്തിന് ശേഷം ജനഗണമനയും തുടർന്ന് തമിഴ് സംസ്കാരത്തിന്റെ പ്രതീകമായ തമിഴ്ത്തായ് വാഴ്ത്തും ആലപിച്ചതിലൂടെ ദേശീയതയുടെയും പ്രാദേശിക വികാരത്തെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ വിജയുടെ ടീമിന് കഴിഞ്ഞു. ഇത് തമിഴ് രാഷ്ട്രീയത്തിലെ ദ്രവീഡിയൻ ഐഡന്റിറ്റിയിൽ നിന്നും മാറി ഇന്ത്യൻ ഐഡന്റിറ്റിയിലേക്ക് തമിഴ് മക്കളെ നയിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായി നിരീക്ഷകർ കാണുന്നു. വിജയ്ക്കൊപ്പം 9 അംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജാതി സമവാക്യങ്ങളും ഭരണപരിചയവും യുവത്വവും കൃത്യമായി പാലിച്ചാണ് മന്ത്രിമാരെ തിരഞ്ഞെടുത്തത്. MGR, ജയലളിത എന്നിവർക്കൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ സാന്നിധ്യം വിജയുടെ നവാഗത സർക്കാരിന് വലിയൊരു മുതൽക്കൂട്ടാണ് നൽകുന്നത്. AIADMKയുടെ തകർച്ചയിൽ നിന്നും രക്ഷപ്പെടാൻ സെങ്കോട്ടയ്യന്റെ പരിചയ സമ്പത്ത് സഹായിക്കും. പാർട്ടിയുടെ സംഘടനാ തന്ത്രജ്ഞനായ ആദവ് അർജുന മന്ത്രിസഭയിലെ ശക്തമായ സാന്നിധ്യമാണ്. ചെന്നൈയിലെ വില്ലിവാക്കം മണ്ഡലത്തിൽ നിന്നുള്ള വിജയത്തോടെ അദ്ദേഹം തന്റെ ജനപ്രീതി തെളിയിച്ചു. വിരുദുനഗറിൽ നിന്നും വിജയിച്ച കീർത്തനെ പോലെയുള്ള യുവതികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് പുതിയ തലമുറയ്ക്ക് പാർട്ടിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. കൂടാതെ പ്രൊഫഷണൽ മേഖലയിൽ നിന്ന് വന്ന TK പ്രഭു, അരുൺ രാജ് എന്നിവർ ഭരണത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ഉടൻ വിജയ് ഒപ്പുവെച്ച ഫയലുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുൻഗണനകൾ വ്യക്തമാക്കുന്നു. തമിഴ്നാട്ടിലെ സാധാരണ കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താൻ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഇതിലൂടെ അദ്ദേഹം തെളിയിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പ്രത്യേക സേന രൂപീകരിക്കാനുള്ള തീരുമാനം സിനിമയിൽ എന്ന പോലെ ജീവിതത്തിലും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ സുരക്ഷാ നിലപാടുകളുടെ ഭാഗമാണ്. ഞാനൊരു രാജപരമ്പരയിൽ നിന്നുള്ളവനല്ല, എന്നെ സ്വീകരിച്ചത് ജനങ്ങളാണെന്ന വിജയുടെ പ്രസംഗം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ലക്ഷക്കണക്കിന് ആരാധകരെ ആവേശം കൊള്ളിച്ചു. സാധാരണക്കാരായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനാണ് താൻ രാഷ്ട്രീയത്തിൽ വന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ചടങ്ങിന് ശേഷം രാഹുൽ ഗാന്ധിക്കൊപ്പം സെൽഫി എടുത്ത വിജയ് താൻ ഒരു മാസ് ലീഡർ മാത്രമല്ല, മറിച്ച് പുതിയ കാലത്തിന്റെ ഡിജിറ്റൽ രാഷ്ട്രീയത്തിന്റെ വാക്താവ് കൂടിയാണെന്ന് കാണിച്ചു തന്നു. നിയമസഭയിൽ 108 സീറ്റുകൾ നേടിയ TVK കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ഭരിക്കുന്നത്. മെയ് 13-നകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തുള്ള DMKയും AIADMKയും വിജയുടെ ഓരോ നീക്കത്തെയും നിശിതമായി വിമർശിക്കാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ വന്ദേമാതരത്തിലൂടെയും ജനപ്രിയ പദ്ധതികളിലൂടെയും തുടക്കത്തിലെ തന്നെ മൈലേജ് നേടാൻ വിജയ് ഭരണകൂടത്തിന് കഴിഞ്ഞു. ജോസഫ് വിജയ് എന്ന മുഖ്യമന്ത്രി തമിഴ്നാടിന്റെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമാണ്. സിനിമയുടെ ഗ്ലാമർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പോരായ്മകളെയും തന്റെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അദ്ദേഹം മറികടക്കുകയാണ്. വന്ദേമാതരം ആലപിച്ചതിലൂടെ ദേശീയതയും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയിലൂടെ ജനക്ഷേമത്തെയും അദ്ദേഹം ഒരുപോലെ അഭിസംബോധന ചെയ്യുന്നു. തമിഴ് രാഷ്ട്രീയത്തിലെ ഈ പരിവർത്തനം ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്നും ഒരു പുതിയ രാഷ്ട്രീയ മാതൃക സൃഷ്ടിക്കുമോ എന്ന് വരും വർഷങ്ങൾ തെളിയിക്കും.